കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ ബസ് അപകടം. ഓവർ ബ്രിഡ്ജിന്റെ തൂണിലേക്ക് ബസ് ഇടിച്ചു കയറി നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. ബസിന്റെ ഡ്രൈവർ ക്യാബിന്റെ അടുത്ത ആ ഭാഗം മുഴുവനും തകർന്നു പോയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫ്രാൻസിസ് റോഡിലാണ് ബസ് അപകടമുണ്ടായത്. ഓവർ ബ്രിഡ്ജിന്റെ തൂണിലേക്കാണ് ബസ് ഇടിച്ചു കയറിയിരിക്കുന്നത്. യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബസ് അവിടെ നിന്ന് തൂണിൽ നിന്ന് ഇടിച്ചു കയറിയത് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്ക് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കേൾക്കാം. ഓട്ടോസ്റ്റിങ്ങനെ ബന്ധം നമ്മുടെ സൈഡാക്കി നിൽക്കുകയാണ്. പാർക്കിംഗാണ്. സൈഡാക്കി ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ വണ്ടിയുടെ പെട്ടെന്ന് ഇത് സ്പീഡൊന്നുമില്ല, പിന്നെ അത് കമ്പുണ്ടല്ലോ, പെട്ടെന്ന് അവിടേക്ക് വണ്ടി പാഞ്ഞു. പിന്നെ പാഞ്ഞെന്ന് നോക്കിയപ്പോൾ ഉള്ളിൽ കുടി കിടക്കാണ് മറ്റാൾ, ഡ്രൈവറും കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ആക്സൽ ഇതാ ഫ്രണ്ട് വലത്തു ഭാഗത്തുള്ള ആക്സിൽ പൊട്ടിപ്പോൾ ആക്സിൽ പൊട്ടിയിട്ട് വണ്ടി ആക്സിൽ പൊട്ടിയതാണോ? ആക്സിൽ പൊട്ടിയാണ്. ആ ആക്സിൽ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. ആക്സിൽ ഒഴിഞ്ഞപ്പോഴുള്ള ആ വണ്ടി റൈറ്റിലേക്ക് ഓടിപ്പോയി. അപ്പോൾ അതിൽ വേറെ പ്രശ്നമില്ല. പിന്നെ കുറേ ആൾക്കാർ 10 ആൾക്ക് അപ്പോൾ തന്നെ ഞാനും വേറെ നമ്മൾ കുറച്ച് ആളുകൾ കണ്ടു, ഡ്രൈവർ ആളുകൾ കണ്ടു. എല്ലാവരും കൂടിയിട്ട് PVS ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞിട്ടുണ്ട്. വലിയ പരിക്കാണ്? വലിയ പരിക്കൊന്നും കാണില്ല. ഒരു സ്ത്രീൻ്റെ ഇവിടെ ഇങ്ങനെ കൈത്തിന് കുടുങ്ങിയിട്ടെന്ന് പറഞ്ഞു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണോ? എവിടത്തേക്ക്, ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? മാധു, ആളുകൾക്ക് വലിയ പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ്, ആശ്വാസമാണ്. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം അതിന്റെ മുൻഭാഗം, ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിൽ ഡ്രൈവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതിലാണ് ഇപ്പോൾ അത്ഭുതം. പക്ഷേ അദ്ദേഹത്തിന് പരിക്കുകൾ സംഭവിച്ചിട്ടില്ല. എന്നാൽ ചില യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. നിലവിൽ അവരെ PVS ആശുപത്രിയിലേക്ക്, തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുൻപ് നടന്ന അപകടമാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ആക്സിൽ പൊട്ടി, തുടർന്ന് ഈ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായി ഈ പാലത്തിന്റെ തൂണിലേക്ക് ഇടിച്ചു കയറി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. നമ്മളിപ്പോൾ ഈ സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ബസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാലത്തിന്റെ ആ ബ്രിഡ്ജിന്റെ തൂണിലേക്ക് സ്വകാര്യ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു? എന്താ സംഭവിച്ചത്? വണ്ടി വന്ന് ഞാൻ കട തുറക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ വലിയ ശബ്ദത്തോടുകൂടി വന്നെടുത്തു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വന്നിട്ട് ഡാമേജ് ഇത് കംപ്ലീറ്റ് ഇടിച്ചിന്. ആളൊന്നായിട്ട് ഇങ്ങോട്ട് ഇറക്കി. പിന്നെ കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു ബസ്സിൽ, ഫുള്ളായിരുന്നു ബസ്സിൽ. ഓരോരുത്തർ നിറയെ ആളുടെ ഫുള്ളായിരുന്നു, സ്റ്റാൻഡിങ് ആയിരുന്നു. അവരെ അങ്ങോട്ട് ഇറക്കി അവരെ കുറേ ഓട്ടോറിക്ഷ വിളിച്ചു കൊടുത്തിട്ട് ഓരോ PVS കൊണ്ടുപോയി. അവരെങ്ങനെ നല്ല പരിക്കുണ്ടാവും എന്ന് തോന്നുന്നു. അതിനെ ശ്രദ്ധിച്ചില്ല. പരിക്കുള്ള ആൾക്കാരുണ്ട്, പരിക്ക് കുറഞ്ഞ ആൾക്കാരുണ്ട്. ബസ്സിന്റെ മുൻഭാഗമൊക്കെ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. മാധു, അങ്ങനെ തന്നെയാണ്. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിന്റെ യഥാർത്ഥ കാരണം നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഉള്ളവർ പറയുന്നത് അതിന്റെ ആക്സിൽ പൊട്ടുന്നു, ശേഷം ബസ്സിന്റെ നിയന്ത്രണം. യഥാർത്ഥ കാരണം അമ്പുണ്ട് അവിടെ. അമ്പ് നിർത്താതെ വന്നിട്ട് അമ്പിൽ ചാടിയപ്പോൾ ആക്സിന്റെ പിന്നൂരിയിട്ട് ടയറിനെ കണക്ഷൻ വിട്ടുപോയിട്ട് ഇട്ടതാ. നിയന്ത്രണം നഷ്ടമായി. ആ അമ്പിൽ നിർത്തിയില്ലവര്. നേരെ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് അങ്ങനെയാണ് മാധു. ഏതായാലും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസമാണ്. കുറച്ച് യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. നിലവിൽ അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ബസിന്റെ മുൻഭാഗം ഡ്രൈവർ ക്യാബിനും അതിന് തൊട്ട് പിന്നിലുള്ള 1-2 സീറ്റുകളുമായി ഉള്ള ഇടങ്ങളൊക്കെ ആ തൂണിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് ആ ഇടിച്ചു കയറിയ ഇടത്ത് നിന്ന് സൈഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആളുകൾക്ക് വലിയ തോതിൽ പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്.